ഹലോ, ഇന്നൊരു വെറൈറ്റി ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ആന്ധ്രാപ്രദേശിലുള്ള ഒരു ചേച്ചി എനിക്കൊരു ദിവസം ഒരു റൈസ് തന്നു, പച്ചമാങ്ങ വെച്ചിട്ടുള്ള റൈസും. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി. ഞാൻ അവരുടെ അടുത്തുനിന്ന് റെസിപ്പിക്ക് ചോദിച്ച് മനസ്സിലാക്കി ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 3 മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിവിടെ ഇതേ കിട്ടിയുള്ളൂ. കുറച്ചുകൂടെ വലിയ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. കുഴപ്പമില്ല, ഇതുകൊണ്ടും ഉണ്ടാക്കാം. ആദ്യം 3 മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ഈലർ കൊണ്ടോ കത്തി കൊണ്ടോ എങ്ങനെയാണെങ്കിലും കളഞ്ഞെടുക്കാം. ഈ മാങ്ങ കുറച്ച് വാടാറായ മാങ്ങയാണ്. നല്ല പച്ചമാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. പക്ഷെ ഇവിടെ വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാനിതേ 3 മാങ്ങയും തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 മാങ്ങയും ഒരു ഗ്രേറ്റർ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ മാങ്ങയും ഞാനിപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെക്കണം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് കടല, പിന്നെ കുറച്ച് ഉഴുന്ന്, പിന്നെ കുറച്ച് സാദാ പരിപ്പില്ലേ അത്, പിന്നെ കുറച്ച് പൊട്ടുകടല, പിന്നെ നമുക്ക് എത്രയാണ് എരിവ് വേണ്ട അതിനനുസരിച്ചിട്ട് മുളക് ചേർക്കണം. ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഉണക്കമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കടുകും ചെറിയ ജീരകവും വെളുത്തുള്ളി ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടി തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ആദ്യം ഓയിലിലോട്ട് നിലക്കടലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവണം. ഇപ്പോൾ ഇതായി കടല ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പും ഉഴുന്ന പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതും ആവശ്യത്തിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതായത് കടുക്, ചെറിയ ജീരകം, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും, പിന്നെ എടുത്തു വെച്ചിട്ടുള്ള മുളകൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെളുത്തുള്ളി മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യം കറി ലീവ്സ് ആണ്. നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് എപ്പോഴും കിട്ടൂല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഡ്രൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ഒന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവരുണ്ടാക്കി തന്ന കറക്റ്റ് ടേസ്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പ്ലാൻ ബി ആയിട്ട് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക.